18ാം ലോക്സഭയിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ മത്സരിച്ച ഇന്ത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി. ഓപ്ഷനുണ്ട്, അല്ല പറയാറുണ്ട്. ഓപ്ഷൻ സോണിയാഗാന്ധി, ഓപ്ഷൻ ബി രാജീവ് ഗാന്ധി, ഓപ്ഷൻ സി അമീർ ഖാൻ, ഓപ്ഷൻ ഡി അജയ് റായ്. അപ്പം അടുത്ത 18ാമത് ലോക്സഭ ഇലക്ഷൻ 2024 തെരഞ്ഞെടുപ്പ് നടന്ന തീയതി എന്നാണ്, തുടങ്ങിയത് എന്നാണ്? പറ, തെരഞ്ഞെടുപ്പ് നടന്നത് തെരഞ്ഞെടുപ്പ് നടന്നത് അല്ല 2024 ഏപ്രിൽ 19 മുതൽ ജൂൺ 1 വരെ മൊത്തം 7 ഘട്ടം. കേരളത്തിൽ എത്രാമത്തെ ഘട്ടം? കേരളത്തിൽ എത്ര ഘട്ടം? ഏപ്രിൽ 19 ജൂൺ 1 വരെ, അങ്ങനെ മൊത്തം 7 ഘട്ടം. ഏറ്റവും കൂടുതൽ ലോക്സഭയിലേക്ക് തെരഞ്ഞെടുപ്പ് നടന്ന ഘട്ടം 1ാം ഘട്ടം. ഏറ്റവും കുറവ് നടന്നത് 5ാം ഘട്ടം. ഏറ്റവും കൂടുതൽ ഘട്ടങ്ങൾ നടന്നത് എത്ര മണ്ഡലത്തിലാണ്, എത്ര ലോക്സഭ മണ്ഡലത്തിലാണ് നടന്നത്? സൗണ്ട് പറ. സൗണ്ട് പറ. 102 മണ്ഡലങ്ങൾ. ഏറ്റവും കുറവ് നടന്നത് 5ാം ഘട്ടം. എത്ര മണ്ഡലങ്ങളാണ്? കേരളത്തിൽ കുറവ് 5ാം ഘട്ടം മെയ് 20-40. കേരളത്തിൽ 2ാം ഘട്ടം. പിന്നെ ഫലപ്രഖ്യാപനം പ്രഖ്യാപിച്ചത് സത്യപ്രതിജ്ഞ ചെയ്തത് ജൂൺ 9. അതൊരു ചൊവ്വാഴ്ച. ആകെ സീറ്റുകൾ, ആകെ ലോക്സഭാ സീറ്റിലും കേവലം പ്രതിപക്ഷ നേതൃത്വം പക്ഷേ എല്ലാത്തിനും ഒരു പരിധിയുണ്ട്. ഇന്ത്യ സഖ്യത്തിൽ 234. ഇന്ത്യയുടെ സഖ്യത്തിന്റെ മുഴുവൻ പേരെന്താണ്? ഇന്ത്യൻ നാഷണൽ ഡെവലപ്മെന്റൽ ഇൻക്ലൂസീവ് അലയൻസ്. നാഷണൽ ഡെവലപ്മെന്റൽ ഇൻക്ലൂസീവ് അലയൻസ്. സംവരണമില്ലാത്ത മണ്ഡലത്തിൽ നിന്നും വിജയിച്ച ആദിവാസി വനിത. സംവരണ മണ്ഡലത്തിൽ നിന്നല്ലാതെ വിജയിച്ച ആദിവാസി വനിത പ്രിയങ്ക ജർജി ഹോളി, ചിക്കൊടി, കർണാടക. പ്രായം കുറഞ്ഞ അംഗം പുഷ്പേന്ദ്ര 25 വയസ്സ്, ഔഷികാബാദ്, ഉത്തർപ്രദേശ്. പ്രായം കൂടിയ അംഗം PR ബാലു 82 വയസ്സ്, പ്രായം കൂടിയ മന്ത്രി ജിതിൻ റാം മാഞ്ചി. പ്രായം കൂടിയ മന്ത്രി ജിതിൻ റാം മാഞ്ചി. മൈക്രോ ചെറുകിട ഇടത്തര വകുപ്പ്.
മഞ്ജു അപ്പൊ രക്ഷപ്പെടില്ലേ? അങ്ങനെ പറഞ്ഞാൽ രക്ഷപ്പെടും. പക്ഷെ ഒരു കുഴപ്പമുണ്ട്. പ്രായം കുറയ്ക്കാൻ വന്ന് രാംമോഹൻ നായിഡു 36 വയസ്സ് വിവരമാണോ? അതൊക്കെ വലിയ വിഷയമാണ്. സഞ്ജുന് ഭാവിയല്ലേ നമുക്ക് വലുത്. നമുക്കല്ല, അടുത്ത് ഇതിന് ഏകപക്ഷീയമായി വിജയിച്ച ഒരാൾ മുകേഷ് ദലാൽ. എല്ലാ സ്ഥാനാർത്ഥികളും പിൻവലിച്ച് കോൺഗ്രസ്സുകാരുടെ അസാധുവായി. അപ്പൊ ബാക്കിയുള്ള എല്ലാ സ്ഥാനാർത്ഥികളും വിളിച്ചപ്പോൾ ഇയാൾ ജയിച്ചു. ഇല്ല, മുകേഷ് ദലാൽ, ഗുജറാത്ത്. കൂടുതൽ ഭൂരിപക്ഷം നേടിയത് ശങ്കർലാൽ വാണി, ഇൻഡോ 11,70,000 വോട്ട്. കുറവ് ഭൂരിപക്ഷം രവീന്ദ്ര ദത്താവ പൈക്കർ, നോർത്ത് വെസ്റ്റ് മുംബൈ 40 വോട്ട്. രവീന്ദ്ര ദത്താവ പൈക്കർ കുറഞ്ഞ ഭൂരിപക്ഷം. ശങ്കർ ദയാൽ ഏകപക്ഷീയമാണ്. മുകേഷ് ദലാൽ, ശങ്കർ ലാൽ, രണ്ടിന് ലാലുണ്ട്. ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം 11,75,000 വോട്ട്. രവീന്ദ്ര ദത്താറാം പക്കർ, രവീന്ദ്ര ദത്താറാം പക്കർ, നോർത്ത് വെസ്റ്റ് മുംബൈ 40 വോട്ട്. അടുത്തത് 2024 ലോക്സഭാ ഇലക്ഷനിൽ കോട്ടയിൽ കിട്ടിയ വോട്ട് 1.07%. കൂടുതൽ നോട്ട വോട്ടുകൾ രേഖപ്പെടുത്തിയ മണ്ഡലം ഇൻഡോ. ആകെ വനിതാ എംപിമാർ 74, 13.63%. കൂടുതൽ വനിതാ എംപിമാരുടെ സംസ്ഥാനം വെസ്റ്റ് ബംഗാൾ. കൂടുതൽ വനിതാ എംപിമാരുടെ സംസ്ഥാനം 11. ആകെ വനിതാ മന്ത്രിമാർ 7, 2 ക്യാബിനറ്റ് മന്ത്രിമാർ. അത് പ്രോട്ടൈം സ്പീക്കർ ഫത്ര് അലി മഹദാൻ സത്യപ്രതിജ്ഞ രാഷ്ട്രപതി. പ്രോട്ടൈം സ്പീക്കർ ഫത്ര് അലി മെഹതാബ്, പ്രോട്ടൈം സ്പീക്കർ ഫത്ര് അലി മെഹതാബ്, ഒറീസ. അടുത്ത സ്പീക്കർ ഓം ബിർല, കോട്ട, രാജസ്ഥാൻ. മൊത്തം 7 ഘട്ടത്തിലാണ് തിരഞ്ഞെടുക്കുന്നത്. 1-ാം ഘട്ടം ഏപ്രിൽ 19, 2 ഏപ്രിൽ 26, 3 മെയ് 7, 4 മെയ് 15, 5 മെയ് 20, 6 മെയ് 25, 7 ലോകത്തിൽ ഉയരത്തിലുള്ള പോളിംഗ് ഒരു വോട്ടർക്ക് മാത്രമുള്ള ഇന്ത്യയിലെ പോളിംഗ് സ്റ്റേഷൻ. അടുത്ത 18ാമത് ലോക്സഭാ ഇലക്ഷനിൽ വോട്ട് രേഖപ്പെടുത്തിയ നിക്കോബാറിലെ ഗോത്ര വിഭാഗം ഷോംപെൻ. എന്ത് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ആവ 100 ചോദിക്കും. അടുത്തത് 18ാമത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് കേരള. ഇന്ത്യയിലെ ആകെ പോളിംഗ് ശതമാനം. മഞ്ജുന്റെ കൂടെ അല്ലേ വരാനിരുന്നത്? അവളെന്താ വരാത്ത? സ്റ്റേഷനില് വധശ്രമത്തിന് ഒരു കേസ് വന്നിട്ടുണ്ട്. പോലീസായാൽ ഇതാ പ്രശ്നം. എന്ത് കേസ് വന്നാലും അതിന്റെ പുറകെ ഓടണം. കുടുംബത്തെ കുറിച്ച് ആലോചിക്കാൻ സമയമേ കിട്ടില്ല. ഈ കേസ് ചേച്ചി ഏറ്റെടുത്ത് ചെയ്യുന്നത് കുടുംബത്തിന് വേണ്ടി തന്നെയാണ്.
പ്രതി കൊല്ലാൻ ശ്രമിച്ചത് ആരെയാണെന്ന് അറിഞ്ഞ നിങ്ങൾക്കും അത് മനസ്സിലാവും. വെറുതെ സസ്പെൻസ് ഇല്ല, അത് ആരാണെന്ന് പറ. ഗിരിയേട്ടനെ. പേടിക്കാനൊന്നുമില്ല, ഗിരിയേട്ടനൊന്നും പറ്റിയില്ല. കൃത്യസമയത്ത് ചേച്ചി അവിടെ പോലീസുകാരുമായി എത്തിയതുകൊണ്ട് ഗിരിയേട്ടൻ രക്ഷപ്പെട്ടു. ഗിരിയേട്ടൻ മാലയിട്ടിരിക്കുകയാണല്ലോ, തിരിച്ചു തരില്ല എന്ന് ഉറപ്പുള്ളവരാ ഇതിനിറങ്ങി തിരിച്ചത്. അത്രയും മനസാക്ഷി ഇല്ലാതെ അവനെ ഉപദ്രവിക്കാൻ ഇറങ്ങി തിരിച്ച ദുഷ്ടനായ സഞ്ജയ്. നിങ്ങൾ ഇത്രയും കാലമായി ഗോപാൽജിയുടെ കുടുംബത്തിനോട് കാണിക്കുന്ന നന്ദിക്ക് കിട്ടിയ പ്രതിഫലമായി ഇതിനെ കണ്ടാൽ മതി. കിടന്നിട്ടുണ്ട്. എന്നിട്ടും അവന് വീണ്ടും ഇത് ചെയ്യാൻ തോന്നിയല്ലോ. അവനിനി ഒരു കാലത്തും മാറിയിട്ടില്ല, നശിച്ചു പോയുള്ളൂ. ചേച്ചി സെല്ലിട്ട് പിടിച്ചവന്റെ നട്ടലുടയ്ക്കണം. അവനിനി നിവർന്നു നിൽക്കാൻ പാടില്ല. ഏറ്റവും കൂടുതൽ വോട്ട് രേഖപ്പെടുത്തിയ കേരളത്തിലെ മണ്ഡലം എനിക്കെന്ത് പറ്റാനാ? ഇത് സ്റ്റീൽ ബോഡിയല്ലേ? വടകര എനിക്കൊരു 78.45. സഞ്ജയ് ഇങ്ങനെ ചെയ്താലും മോനെ, നീ ഗോപാൽ അതൊക്കെ ഞാൻ അയച്ചോളാം. തൽക്കാലം പോയി എടുത്തു വെക്കാം. ഞാൻ പോയി ഫ്രഷ് ഏറ്റവും കുറവും പത്തനംതിട്ട 63.37%. ഏറ്റവും കൂടുതൽ സ്ഥാനാർത്ഥികൾ മത്സരിച്ച കേരളത്തിലെ മണ്ഡലം കോട്ടയം 14. ഏറ്റവും കുറവ് ആലത്തൂർ. സ്വന്തം ചേട്ടനെ ആകെ സ്ഥാനാർത്ഥികൾ കാമുകി ആരുടെ കൂടെ നിൽക്കും? 194. വനിതകൾ 25. കാമുകന്റെ കയ്യിൽ കൂടുതൽ കാശുള്ളതുകൊണ്ട് ചേട്ടന് കഴിയുന്നതാണ് ബുദ്ധി, അല്ലേ? കേരളത്തിൽ വിജയിച്ച പാർട്ടികൾ ദോഷം പറയരുത്. കോൺഗ്രസിന് എത്ര സീറ്റ്? നിനക്ക് ചേർന്ന കാമുകൻ തന്നെയാ സഞ്ജയ്. ഇത്രയും ചെറ്റത്തരം കാണിക്കാൻ വേറൊരുത്തൻ ഈ നാട്ടിൽ വേറെ കാണില്ല. മുസ്ലിം ലീഗ് അതുകൊണ്ട് കേരള കോൺഗ്രസിന് 2, നന്നായിട്ട് ചേരും. റെവല്യൂഷണറി സോഷ്യലിസ്റ്റ് പാർട്ടിക്ക് 1, ആണാണെന്ന് പറയാൻ പറ്റില്ല. CPIMന് 1, BJPക്ക് 1, മൊത്തം UDFന് 18. ശബരിമലയ്ക്ക് പോകാൻ മാലയിട്ടൊരു സ്വാമിയെ തല്ലാൻ പോവോ? സാരമില്ല, ചിലപ്പോ ഒരു അടുത്ത ഭൂരിപക്ഷം കൂടിയ ആളത് അവിടെ നല്ല ബുദ്ധി തോന്നിയതും വരും. ഭൂരിപക്ഷം കൂടിയത് രാഹുൽ ഗാന്ധി 3,64,000. കുറവ് അടൂർ പ്രകാശ് 684. ഇനി ബാനുവിന്റെ മുന്നിൽ വെച്ച് സഞ്ജയന്റെ കാര്യം പറയാൻ നിൽക്കണ്ട. അമ്മ സമ്മതിച്ചാലും ഇല്ലെങ്കിലും ഞാൻ അവനെ കല്യാണം കഴിച്ചിരിക്കും. നിങ്ങളെല്ലാം കൃത്യമായിട്ട് അവതരിപ്പിക്കാൻ നിന്നതല്ലേ? കൃത്യസമയത്ത് മഹിമ വന്ന് എല്ലാം കൊളവാക്കി. അമ്മയോട് എല്ലാം പറയുമ്പോ അവൾ എന്നെ നോക്കി ചിരിക്കുവായിരുന്നു. എന്നെ അവള് വെല്ലുവിളിക്കുക. അവളെ ഞാൻ വെറുതെ വിടില്ല. ഏറ്റവും കൂടുതൽ തവണ ലോക്സഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി കൊടുക്കുന്നിൽ സുരേഷ് 8 തവണ. ആകെ മന്ത്രിമാരുടെ എണ്ണം ആകെ മന്ത്രിമാരുടെ എണ്ണം 72. ക്യാബിനറ്റ് മന്ത്രിമാർ 31, പ്രധാനമന്ത്രി ഉൾപ്പെടെ. സ്വതന്ത്ര ചുമതലയുള്ള സഹമന്ത്രിമാർ 5, സഹമന്ത്രിമാർ 36. സഹമന്ത്രിമാർ 36. മുറുവെണ്ണ തേച്ച് എടുത്ത് പിടിച്ചാൽ മതി. ഞാൻ വെറുതെ വിടില്ല. നീ എന്ത് ചെയ്യാനാ? വെറുതെ പ്രശ്നത്തിലൊന്നും ചെന്ന് ചേർന്ന് നിൽക്കണ്ട.
സഞ്ജയ്ക്ക് ഒരാളെ കൊല്ലാനും മടിയില്ലാന്ന് ഇപ്പൊ മനസ്സിലായല്ലോ. ഇത് ഞാൻ എങ്ങനെയെങ്കിലും പരിഹരിച്ചോളാം. ഇതിൽ പരിഹരിക്കാൻ എന്താ ഉള്ളത്? സഞ്ജയ് വിവേകിനെ കൊല്ലാൻ ശ്രമിച്ചു. അതിന് ഞങ്ങൾ പോലീസുകാരെ നല്ല സാക്ഷികളാണ്. അവനെ അറസ്റ്റ് ചെയ്ത് ഞങ്ങൾ കേസ് എനിക്കൊരു അപേക്ഷയുള്ളൂ. പരാതി ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അങ്ങോട്ടേക്ക് വരരുത്. നിനക്ക് വേണ്ടി ഒരു താരി പണിയിച്ച അവിടുത്തെ സന്ദർശനം നടത്തിയ